ഈ നരകത്തിലെ തീക്കൊള്ളികളാണ് ഹിന്ദു മതസ്ഥരെന്ന് അന്യമതസ്ഥരെന്ന് പറഞ്ഞിട്ടുണ്ടായി. അത് ഞാനൊരു വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവര് ഒരുത്തൻ എടുത്ത് എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് അടക്കി ഇങ്ങി ഹിന്ദു മതസ്ഥര് നരകത്തിലെ തീക്കൊള്ളിയാണ് എന്ന് പറയുന്നത്? ഇതേ ഇവര് തന്നെയാണ് ഹിന്ദു മതസ്ഥരെ കുറ്റം പറയുകയും ചെയ്യുന്നത്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികൾ. ഏവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, തുടർന്നും എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. പൂരപ്പറമ്പിനെ വെടിക്കെട്ട് പോലെ കത്തിക്കയറുകയാണ് ജസ്ന സലീം. സ്വാതന്ത്ര്യ സമര സേനാനികളെ പോലെയാണ് അവരെ ചില ചാനലുകൾ ഇന്റർവ്യൂ ചെയ്യുന്നത്. അതിൽ ന്യൂസ് 18 കേരളയുടെ ഇന്റർവ്യൂവിനെ ആസ്പദമാക്കിയാണ് എന്റെ ഈ വീഡിയോ. ഏത് വെടിക്കൊമ്പ് കത്തിക്കാനും നമ്മുടെ നാട്ടിൽ ആളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സമാധാനം. ഞാൻ ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ട 2-3 വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ വീഡിയോകളിൽ തന്നെ അവരുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും അനാട്ടമിയും ഒക്കെ മനസ്സിലാക്കാനായി. ഒരു മനുഷ്യന് എത്രമാത്രം തരം താവാനാവുമോ അത്രമാത്രം അധപ്പതിച്ച വ്യക്തിത്വത്തിന് ഉടമയാണ് ഈ സ്ത്രീ എന്നത് ആർക്കും അവരുടെ വീഡിയോ കണ്ടാൽ മനസ്സിലാകും. കൃഷ്ണനും ഉണ്ണിയേശുവും പ്രവാചകനും മതങ്ങളുമൊക്കെ അവർക്ക് വെറും വിൽപ്പന ചരക്കാണ്. അവരുടെ സമ്പാദ്യ മാർഗങ്ങളിലൊന്ന്, അവരുടെ വാക്കുകളിൽ കാണാനാവുന്നത് അതാണ്. നമുക്ക് ന്യൂസ് 18 കേരളയുടെ ഇന്റർവ്യൂയിലൂടെ ഒന്ന് മുന്നോട്ട് പോകാം. അപ്പൊ എന്നെ സംബന്ധിച്ചെന്ന് വെച്ചാൽ കണ്ണനെ കണ്ടാൽ തിരിഞ്ഞു നടക്കാത്ത ഒരാളാണ്. കണ്ണനെ കണ്ടാൽ ഒന്ന് കണ്ണന്റെ അടുത്ത് പോവുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം. അപ്പൊ ഞാൻ എന്താക്കി, ഞാനും പോയി കണ്ണനെ കാണാൻ. അപ്പോൾ രാജാടത്തി വല്ലാതെ കുഴങ്ങുമല്ലോ. 100,000 കണ്ണന്റെ ചിത്രങ്ങൾ വരയ്ക്കുന്ന രാജാടത്തിക്ക് ആ റൂമിൽ നിന്നും പുറത്തിറങ്ങാൻ എങ്ങനെ കഴിയും? കണ്ണനെ കാണാൻ പോയപ്പോ ഞാൻ അവിടെ നിന്ന് ഒരു വീഡിയോ എടുത്ത് കണ്ണനൊരു ഉമ്മയും കൊടുത്തു. കണ്ണൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചെന്ന് വെച്ചാല്, ഞാൻ ചിത്രവര രംഗത്തേക്ക് ഇറങ്ങിയിട്ട് 12 വർഷമായി. ഈ 12 വർഷത്തോളം ഞാൻ വരച്ചത് കുഞ്ഞു കണ്ണന്മാരാണ്. എന്ന് വെച്ചാൽ ഒരു 3 വയസ്സിന് താഴെയുള്ള എന്ന് തന്നെ പറയാം. അത്രയുള്ളൊരു കണ്ണന്മാരെയാണ് ഞാൻ വരച്ചത്. അപ്പൊ എന്റെ മനസ്സിന്റെ ഉള്ളില് എന്റെ കുഞ്ഞുങ്ങളുടെ സ്ഥാനാണ് കണ്ണന്. അയ്യോടാ, മാതൃഹൃദയം വിതുമ്പുന്നു, നെഞ്ചിൽ അമൃത് നിറയുന്നു. അപ്പോൾ ഉമ്മ മാത്രമേ കൊടുക്കാറുള്ളൂ? കുഞ്ഞായതുകൊണ്ട് പീഴ്ചപാനം കൂടി വേണ്ടതല്ലേ? കണിക്കൊരു മഹത്വം ഉണ്ടോലെ, ആ മഹത്വം മനസ്സിലാക്കാതെ റോഡ് സൈഡിൽ ജസ്ന സലീം കണ്ണന് കണി വെച്ചു. കണിക്ക് മഹത്വം ഉണ്ടെങ്കിൽ അത് ഹൈന്ദവരെയല്ലേ അവര് പറഞ്ഞു മനസ്സിലാക്കേണ്ടത്? സത്യം, അത് ഹൈന്ദവരെ തന്നെയാണ് ബോധ്യപ്പെടുത്തേണ്ടത്. പക്ഷേ ഉമ്മച്ചക്കുട്ടിയായ താങ്കൾ എന്തിന് ഹിന്ദുക്കളുടെ ആചാരം അനുഷ്ഠിക്കാൻ പോയി? മുമ്പേ കോടതി പറഞ്ഞതല്ലേ, അമ്പലവും അതിന്റെ പരിസരവും വിശ്വാസികൾക്കുള്ളതാണ്. വിശ്വാസികൾ എന്നാൽ ഹിന്ദുമത വിശ്വാസികൾ എന്നാണ് അതിന്റെ അർത്ഥം. താങ്കൾ ഹിന്ദുമത വിശ്വാസിയായിരുന്നു. അതേപോലെ അടുത്ത പറയുന്നത് എന്താ വെച്ചാല്, ഇവള് കണ്ണന് ഉമ്മ കൊടുക്കാൻ ഇവളുടെ ഭർത്താവാണോന്ന്. ഈ സമൂഹത്തിലുള്ള ആൾക്കാരൊക്കെ ഉമ്മ ഭർത്താക്കന്മാർക്ക് മാത്രമാണോ കൊടുക്കാറ്? ഞാൻ ഉമ്മ പബ്ലിക് ആണെന്ന് വെച്ചിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ കണ്ട് നമ്മൾ ഉമ്മ കൊടുക്കാതിരിക്കോ? പബ്ലിക്കിന്റെ ഇടയിൽ ഇത്രത്തോളം മറ വെക്കാൻ വേണ്ടിയിട്ട് എന്തോ വലിയ തെറ്റാണോ ഇത്? അതൊരു നല്ല ചോദ്യമാണ്. ഭർത്താവിന് മാത്രമൊന്നുമല്ല ഉമ്മ കൊടുക്കാൻ കഴിയുക. ഭർത്താവിനെ ഇല്ലാതെ മറ്റു പലരെയും ഓമനിക്കുന്നവർക്ക് തങ്ങളുടെ ഇഷ്ടം പോലെ എല്ലാം ആവാം. പക്ഷെ ഒരു സമൂഹ ജീവി എന്ന നിലയിൽ ചില മറകൾ നല്ലതാണ്. അല്ലെങ്കിൽ വേറെ പലരും ആ ഉമ്മ തേടി വന്നെന്ന് വരും. സംഭവം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരു തെറ്റുപറ്റി. ഗുരുവായൂർ അങ്ങനെ ഞാനൊരു കേക്ക് കട്ട് ചെയ്തു. അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ ആചാരങ്ങളൊന്നും അറിയില്ല. ഇതൊക്കെ എന്റെ തെറ്റ്. പബ്ലിക്കായിട്ട് അടിമുടി പറയുന്നവർക്ക് ഇതൊക്കെ എത്ര നിസ്സാരം. പാവം, അറിയാതെ ആ കുട്ടി ഒരു തെറ്റ് ചെയ്തു. കേക്ക് മുറിച്ചപ്പോൾ അന്നതൊരു തെറ്റ് പറ്റിപ്പോയി. പിന്നെ കണിവെച്ചത് വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്തത് അത് മറ്റൊരു തെറ്റ്, അതും പറ്റി. അത് കഴിഞ്ഞ് കൃഷ്ണന് മാല ചേർത്തിയത് അത് മറ്റൊരു തെറ്റ്. ഇതൊക്കെ ഓരോരോ തെറ്റുകളായി ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇത് ഒന്നിച്ചാണ് ചെയ്തിരുന്നെങ്കിൽ വലിയ പ്രശ്നമായിരുന്നു. കുട്ടിക്ക് ഇനിയും ഇതുപോലെ ഓരോരോ തെറ്റുകൾ ചെയ്യാനുള്ള അവസരമുണ്ട്. സോഷ്യൽ മീഡിയയിൽ പൊതുവെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ കാരണം എന്താ വെച്ചാല്, എന്നെ ചുറ്റിപ്പറ്റിയിട്ട് എന്റെ മതസ്ഥരെന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവരുടെ മുമ്പിൽ കണ്ണനെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനത് പോസ്റ്റ്. ഇവരെല്ലാരും പറയുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എനിക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്ന പബ്ലിസിറ്റി അല്ലേ?
എനിക്ക് ഒരുപാട് പബ്ലിസിറ്റി കിട്ടിയ ഒരാളാണ്. 2016 തൊട്ടിട്ട് എന്നെ കുറിച്ച് ന്യൂസ് വരുന്നുണ്ട്. അന്ന് തൊട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ജസ്ന സലീം എന്ന് അടിച്ചാൽ എന്റെ ഡീറ്റെയിൽ മുഴുവൻ കിട്ടും. അതെന്താ പബ്ലിസിറ്റി അല്ലേ? അപ്പൊ ഞാൻ ഇത്രയും കാലം വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ണനെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളത് എന്റെ മതസ്ഥരടുത്ത് തന്നെ പറയുന്നൊരു, നമ്മൾ പറയാതെ പറയൂ എന്ന് പറയില്ലേ, അങ്ങനെയായിരുന്നു ഞാൻ അതിനെ കണ്ടത്. നിങ്ങൾ താൻസേറാണിയെ പോലെ ധീര വനിത തന്നെയാണല്ലോ. എന്താ താത്ത നിങ്ങൾ കരുതിയത്? നിങ്ങൾ കൃഷ്ണന്റെ കൂടെ പോയാൽ മുസ്ലിങ്ങൾക്ക് വെളിക്കിരിക്കാൻ കിട്ടുമെന്നാണ്. അത് കാണാനാണ് നിങ്ങൾ ഈ പെടപാടൊക്കെ പെട്ടത്. നിങ്ങൾ എന്താ പറഞ്ഞത്? സമുദായത്തിനെ കാണിക്കാനെന്ന്. നിങ്ങൾക്ക് എന്ത് സമുദായം? നിങ്ങളുടെ കോപ്രായം കണ്ടിട്ട് എന്തൊരു സമുദായം നൊമ്പരപ്പെടണം? ഒരു സങ്കടം മാത്രമാണുള്ളത്. താങ്കളെ പോലുള്ള പലരും മുസ്ലിമിന്റെ പേരിലാണല്ലോ ഈ പേക്കത്തുകളൊക്കെ കാണിക്കുന്നത് എന്നുള്ള ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. ഇസ്ലാമിന്റെ പേരിൽ നിന്നുകൊണ്ട് തന്നെ പ്രവാചകനെയും പടച്ചവനെയും മതത്തെയും തെറി പറയുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്. എന്നിട്ട് ഇസ്ലാമിന് എന്ത് പറ്റി? ഇസ്ലാമിന് ചുക്കും സംഭവിച്ചിട്ടില്ല. ലോകത്തെ മുസ്ലിങ്ങളുടെ എണ്ണം കുറയുകയില്ല, അധികരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്നും സാധാരണ സന്തതികളിൽ ഒഴിഞ്ഞുപോയി ഇസ്ലാം ശുദ്ധീകരിക്കുക തന്നെയാണ് നല്ലത്. എനിക്ക് താങ്കളോട് ഒന്നേ പറയുള്ളൂ, ഈ കപടഭക്തി ഒഴിവാക്കി കണ്ണനെയെങ്കിലും ജീവിതത്തിൽ ശരിയായി ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയെന്ന്. അല്ല, പക്ഷെ ഇപ്പെന്ന് വെച്ചാല് മുസ്ലിം മതസ്ഥരെന്നില്ല ഹൈന്ദവരെന്നില്ല, രണ്ടുപേരും വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് എന്നെ. അങ്ങനെയുണ്ടോ? അങ്ങനെ വരാൻ പാടില്ലല്ലോ. ആരൊക്കെ പോയാലും ഏതൊക്കെ സംഘിക്കുട്ടന്മാർ പോയാലും ഒരു ആംഗ്ലച്ചക്കൻ കൂടെയില്ലേ, താലോലിക്കാനും മുമ്പിരിക്കാനും മടിയിൽ തലവെച്ച് കിടക്കാൻ. ഇനി അതുമില്ലെങ്കിൽ നമ്മുടെ ഉണ്ണിയേശു കൂടി ബാക്കിയുണ്ടല്ലോ. കണ്ണനെ പോലെ ഉണ്ണിയേശുവിനെയും ഒക്കത്ത് വെച്ച് ഓമനിക്കാം. അതുകൂടി ഒന്ന് ട്രൈ ചെയ്തു നോക്കും. എന്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ടിട്ട് എന്റെ കഷ്ടകാലം തുടങ്ങി എന്ന് പറയാം. അത്രയും രാശിയില്ലാത്ത മനുഷ്യനാണ് നമ്മുടെ പ്രധാനമന്ത്രി. എന്തായാലും പറയാൻ പറഞ്ഞു. നീ നമ്മുടെ സംഘിക്കുട്ടന്മാർ കേൾക്കാതെ നോക്കണം. അവർക്ക് നിങ്ങൾ താത്തയാണ്, മുസ്ലിമാണ്, അവർ വെച്ചേക്കില്ല. പിന്നീട് സത്യം പറയാലോ, ഈ BJP-ക്കാരും RSS-കാരും തന്നെ അതിൽ എന്നെ ജീവിക്കാൻ സമ്മതിച്ചിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയാം. കുറെ BJP-യിലും RSS-ലും ഒക്കെ ഉള്ള ആൾക്കാര് നിരന്തരം എന്നെ കുറിച്ച് വീഡിയോസ് ഇട്ടിട്ട് ചെയ്യാത്ത തെറ്റിന് പൈ ഇങ്ങനെ ചാരിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പം ചില ആംഗ്ലമാരില്ലേ, അവർ ഏത് കൂട്ടത്തിലാ? പിന്നെ നമ്മൾ സുരേഷ് ഗോപി എന്തെങ്കിലും കൈയൊഴിഞ്ഞെന്നാ പറയുന്നത്. തോളിൽ കയറ്റി വെച്ചിരുന്നവർ തന്നെ വലിച്ചു താഴെ ഇട്ടുമല്ലേ? അതിന് മാത്രം എന്താ ഉണ്ടായേ? ആദ്യകാലത്ത് നിങ്ങൾ ഈ കണ്ണന്റെ പടം വരയ്ക്കാൻ തുടങ്ങുന്നു, ഇങ്ങനെ നിങ്ങളുടെ മതത്തിലെ ആളുകളെ തള്ളപ്പെടുന്നു, അപ്പൊ വലിയ സ്വീകാര്യതയായിരുന്നു അല്ലെ? ഇപ്പൊ RSS-ന്റെ നേതാക്കളായാലും അല്ലെങ്കിൽ പ്രവർത്തകരോ BJP-ക്കാരൊക്കെ വലിയ രീതിയിൽ സ്വാഗതം ചെയ്തു ഇല്ലേ? പിന്നെ ഓരല്ലേ നമ്മളെ തൊഴിലേറ്റി കൊണ്ടു നടന്നത്. ഇപ്പോൾ ഓർക്ക് നമ്മൾ മടുത്തു, അപ്പൊ എടുത്ത് ദൂരെ കളഞ്ഞു. ഈ RSS BJP എന്ന് പറയുമ്പോ ഇപ്പയും എനിക്ക് നല്ല സൗഹൃദങ്ങളുണ്ട് നേതാക്കന്മാരുമായിട്ട്. ഇപ്പം സുരേഷ് ഗോപി ആണെങ്കിൽ എനിക്ക് നല്ല സൗഹൃദമാണ്. അതേപോലെ MT രമേശ് ഏട്ടന്, അങ്ങനെ പിടിച്ചിട്ട് എനിക്ക് ഒരുപാട് ആൾക്കാർ, കുമ്മനം രാജശേഖരേട്ടൻ, ഇവരൊക്കെ ആയിട്ട് നല്ല ബന്ധത്തിലാണ്. അപ്പൊ താത്താക്ക് പിടി കൊമ്പത്തന്നെയാണല്ലേ? ഇനി അത് മാറ്റി പറയരുത് കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഇവിടെ വീടിന് മുമ്പിൽ ആദ്യം ഓടിയെത്തിയത് ഈ അടുത്തുള്ള BJP ആൾക്കാർ. അവർ ഇനിയും വരുന്നേ, ശ്രമങ്ങൾ ഇനിയും ബാക്കിയല്ലേ കിടക്കണം. പക്ഷെ മാനസികമായ ഒരു ഐക്യം ഈ സംഘടനകളോട് ജസ്നയ്ക്ക് ഉണ്ട് താനും അല്ലേ? ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കാര്യം എന്താ വെച്ചാല് തുറന്നു പറയുന്നതിന് എന്താ, എന്റെ ജീവിതത്തില് ഒരു വൈത്തിരിവ് വന്നത് ഫസ്റ്റില് കുമ്മനം രാജശേഖരേട്ടനെ കണ്ട സമയത്താണ്. അത് ശരി, അപ്പൊ നിങ്ങൾ മുസ്ലിംയാണല്ലേ? അങ്ങനെ വരട്ടെ. അന്ന് സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഫോട്ടോ കൊടുക്കാനല്ലേ, അത് ഞാൻ സാധിപ്പിച്ചു തരൂ. സ്വന്തം മകളുടെ വിവാഹം പോലും നോക്കാതെ അന്ന് സുരേഷ് ഗോപി എനിക്ക് ആ ഒരാഗ്രഹം സാധിപ്പിച്ചു. ഇന്നും നല്ല ബന്ധത്തിലാണ് ഞങ്ങള്. ഇതൊക്കെ എങ്ങനെ പറ്റണം? നിങ്ങൾ വല്ല കൈമടക്കം കൊടുത്തിരുന്നവർക്ക്. അതേപോലെ 12 വർഷമായി എന്റെ അന്നമായി മാറിയതാണ് കണ്ണൻ. അപ്പൊ പലരും എന്നോട് ചോദിച്ചത്, എങ്ങനെ നീ കണ്ണൻ അന്നം എന്ന് പറയാന്ന്. അതിൽ അവര് ഈ ഹൈന്ദവര് കുറ്റം കണക്കാക്കുന്നത്, പക്ഷെ എനിക്കൊരു കുറ്റവും തോന്നുന്നില്ല. അവര് ദൈവമായിട്ട് കണക്കാക്കുന്ന ഒരാളെ ഞാൻ അന്നമായിട്ട് കണക്കാക്കിയെന്ന്. ഇവർക്ക് അന്നത്തിന്റെ വാല്യൂ അറിയാഞ്ഞിട്ടാണ്. അന്നം ഒരു നേരം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ ഇവർക്ക് മനസ്സിലാവാത്തതാണ്. അപ്പൊ 12 വർഷമായി എനിക്ക് അന്നമായി മാറിയതാണ് കണ്ണന്. ആ കണ്ണനെ വിശ്വസിച്ച് സ്നേഹിച്ച് മുമ്പോട്ട് പോകുന്നതിൽ എനിക്കൊരു വിരോധവും ഇല്ല. ഇപ്പോഴാണ്
താത്ത സത്യം പറഞ്ഞത്. ഹിന്ദുക്കൾ ആരാധിക്കുന്ന ദൈവത്തെ തന്റെ പണലാഭത്തിന് വേണ്ടി വരച്ച് വിൽപ്പന നടത്തിയതും പോരാ, അത് പൊതുജന മധ്യത്തിൽ വിളിച്ചു പറയുകയും കൂടി ചെയ്തു. അങ്ങനെ ചെയ്താൽ ഏത് വിശ്വസിക്കാണ് സഹിക്കാനാവുക? അതിന് ഏതെങ്കിലും ഹിന്ദുക്കൾ എതിർത്തിട്ടുണ്ടെങ്കിൽ അവരെ സംഖ്യ എന്ന് വിളിക്കാനാവില്ല. താങ്കൾ കൃത്യമായി പറയുന്നുണ്ട് താങ്കൾ കൃഷ്ണന്റെ വരക്കുന്നതും സ്നേഹിക്കുന്നതും മന്നത്തിന് വേണ്ടിയാണെന്ന്, അഥവാ ധനസമ്പാദനമാണ് ലക്ഷ്യമെന്ന്, അല്ലാതെ കൃഷ്ണനോടുള്ള ഭക്തി കൊണ്ടല്ല എന്ന്. ആ നിങ്ങളെ എങ്ങനെയാണ് ഹിന്ദുമതം അംഗീകരിക്കുക? താങ്കളുടെ ഭക്തിയും പ്രണയവും ധനമോഹവും പ്രശസ്തിയും ആഗ്രഹിച്ചുകൊണ്ട് മാത്രമുള്ളതാണ്. അതിൽ യഥാർത്ഥ ഭക്തിക്ക് യാതൊരു വിലയുമില്ല. ഞാൻ ഒരു മതത്തിൽ മാത്രം വിശ്വസിക്കുന്ന വ്യക്തിയല്ല, 3 മതത്തിലും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. കുട്ടിക്കാലം തൊട്ടേ കർത്താവേന്ന് വിളിക്കുക, എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. എന്തൊരു വിശാലത! സർവമത സമന്വയത്തിന്റെ മൂർത്തിമദ്ഭാവം. മനുണ്ട് കണ്ണന് വേണ്ടിയിട്ട് മതം മാറിനെ ഞാൻ മാറുകയും ചെയ്യും. അതിനൊരു മടിയില്ല. എന്തു വേണ്ടി ഉണ്ടാവാനാ? ഇത്രയും കാലം കണ്ണനെ സ്നേഹിക്കാൻ പറ്റിയ കണ്ണന് വേണ്ടിയിട്ട് മതം മാറുന്നതിന് എന്താ? എങ്കിൽ അതവിടെ ചെയ്തുകൂടെ? ബാക്കിയുള്ളവരെ കൊണ്ട് പറയിക്കാണ്ട് ഏതെങ്കിലും ഒരു മതത്തിന്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ ആ മതത്തിന്റെ ആളുകളിൽ നിന്നുള്ള പിന്തുണയെങ്കിലും താങ്കൾക്കുണ്ടാവും. ഇവരൊക്കെ പറയുന്നുണ്ട് ഭയങ്കര മതേതരത്താണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവരെന്തിന് ഈ കൃഷ്ണ വരയ്ക്കുന്നതിന് ഇവര് കുറ്റം പറയണം? താത്ത, മതേതരത്വം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളിലും വിശ്വസിക്കുക എന്നല്ല, തന്റെ മതത്തിൽ വിശ്വസിക്കുന്നതോടൊപ്പം മറ്റു മതങ്ങളെ ബഹുമാനിക്കുകയും എല്ലാ മതങ്ങൾക്കും അവരുടെ വിശ്വാസത്തിലും ആചാരത്തിലും തന്റെ മതത്തിനുള്ളതുപോലുള്ള അവകാശങ്ങളുണ്ടെന്ന് അംഗീകരിക്കലുമാണ്. ഈ നരകത്തിലെ തീക്കൊള്ളികളാണ് ഹിന്ദു മതസ്ഥരെന്ന് അന്യമതസ്ഥരെന്ന് പറഞ്ഞിട്ടുണ്ടായി. അത് ഞാനൊരു വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവര് ഒരുത്തന്നെ എടുത്ത് എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് അടക്കി ഇനി ഹിന്ദു മതസ്ഥര് നരകത്തിലെ തീക്കൊള്ളിയാണ് എന്ന് പറയുന്നത്? ഇതേ ഇവര് തന്നെയാണ് ഹിന്ദു മതസ്ഥരെ കുറ്റം പറയുകയും ചെയ്യുന്നത്. താത്ത, ആദ്യം തന്നെ ചോദിക്കട്ടെ, ഇത്രയും മതവിദ്വേഷം പഠിപ്പിക്കുന്ന ഒരു മതത്തിൽ താത്ത എന്തിനാണ് പിന്നെയും അള്ളിപ്പിടിച്ചു നിൽക്കുന്നത്? ആ മതം വലിച്ചെറിഞ്ഞ് ദൂരെ പോയിക്കൂടെ? മറ്റേതെങ്കിലും മതത്തിൽ പോയിക്കൂടെ? ഉളുപ്പില്ല താങ്കൾക്ക് ആ മതത്തിന്റെ പേരിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കാൻ? താത്തയെ പഠിപ്പിച്ച ആ പുസ്തകം കിട്ടുമെങ്കിൽ അത് എവിടെ നിന്ന് കിട്ടുമെന്നോ ആ പുസ്തകം ഏതാണെന്നോ ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. ഞങ്ങളും 7ഉം 8ഉം ക്ലാസ്സിലൊക്കെ മദ്രസയിൽ പഠിച്ചതാണ്. താത്തക്ക് ഹിന്ദുമതത്തിൽ സപ്പോർട്ട് കിട്ടാനാണ് അങ്ങനെ പറയുന്നതെങ്കിൽ ഇനിയും ഇഷ്ടം പോലെ പറഞ്ഞോളൂ. അതല്ല, അറിവില്ലായ്മയാണെങ്കിൽ അത് മനസ്സിലാക്കി തിരുത്തുന്നത് നല്ലതാണ്. ഇസ്ലാം ഒരു മതക്കാരനും നരകത്തിലാണെന്ന് പറയുന്നില്ല. ദൈവത്തിൽ അവിശ്വസിക്കുന്നവർ നരകത്തിലാണെന്ന് പറയുന്നുണ്ട്. അതിന് ഖുർആൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ് കാഫിർ. കാഫിർ എന്ന അറബിയിലെ പദപ്രയോഗം മറ്റു മതസ്ഥരെയാണ് എന്നാണ് പല വിഡ്ഢികളും ധരിച്ചു വെച്ചിരിക്കുന്നത്. കാഫിർ എന്നാൽ സത്യം അറിഞ്ഞിട്ടും അത് നിഷേധിക്കുന്നവൻ, അവിശ്വാസി, സത്യത്തെ ദൈവത്തെ നിഷേധിക്കുന്നവൻ എന്നൊക്കെയാണ്. അല്ലെങ്കിൽ സത്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടും അതനുസരിച്ച് ജീവിക്കാത്തവൻ. മുസ്ലിങ്ങളിൽപ്പെട്ട പലരും ഈ കാഫറിൽപ്പെട്ടവരാണ്. മുസ്ലിങ്ങളിൽ നല്ലൊരു വിഭാഗവും കാഫറിൽപ്പെട്ടവരാണെന്ന് തന്നെ പറയണം. കാരണം ദൈവത്തെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടും ദൈവം എന്താണെന്ന് പഠിച്ചിട്ടും അതിനനുസരിച്ച് ജീവിക്കാതെ താന്തോന്നികളായി ജീവിക്കുന്നവരാണ് മുസ്ലിങ്ങളിൽ നല്ലൊരു വിഭാഗവും എന്ന് പറയണം. ആ അർത്ഥത്തിൽ മുസ്ലിങ്ങളിലും കാഫറുകളുണ്ട്. അതല്ലാതെ ഏതെങ്കിലും ഒരു മത നരകത്തിലാണെന്നോ ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ടവർ മാത്രമാണ് നരകത്തിലെന്നോ അല്ലെങ്കിൽ മുസ്ലിം അല്ലാത്ത എല്ലാ മതക്കാരും നരകത്തിലാണെന്നോ ഇസ്ലാം ഒരിക്കലും പറയുന്നില്ല. ഇസ്ലാമിന് മുമ്പുണ്ടായിരുന്ന മതങ്ങളും പ്രവാചകന്മാരും ദൈവമായി അയച്ച പ്രവാചകന്മാർ തന്നെയായിരുന്നു. അപ്പോൾ ആ ഇസ്ലാമിന് എങ്ങനെയാണ് മറ്റു മതങ്ങൾ നരകത്തിലാണെന്ന് പറയാനാവുക? ഈ സോഷ്യൽ മീഡിയയിൽ കുറേ മതം സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ഭയങ്കര വിശ്വാസികൾ, ഭയങ്കര മതം എന്ന് പറയുന്നത് അവരുടെ അങ്ങേയറ്റാണ്. അവരെങ്ങനെയാ അന്യ സ്ത്രീകളുടെ വീഡിയോ കാണുക? സ്ത്രീകളെ കാണരുതെന്ന് ഇസ്ലാം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പിന്നെ സ്ത്രീകളുടെ വീഡിയോ കാണാൻ പാടുണ്ടോ എന്നാണ് ചോദ്യം. സ്ത്രീകളെ കാണാമെങ്കിൽ സ്ത്രീകളുടെ വീഡിയോ കാണുന്നത് കൊണ്ടെന്താണ്? അത് കാണുന്നതിലെ ഉദ്ദേശശുദ്ധിയാണ് ദൈവം ചോദ്യം ചെയ്യപ്പെടുക. അതുമാത്രമല്ല, താത്തയിടുന്ന വീഡിയോകൾ ഉടുതുണിയില്ലാത്തതൊന്നുമല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അത് പാടില്ല, അത് കാണാൻ പാടില്ല. ഈ വീഡിയോ ഇനിയും നീളുന്നുണ്ട്. തൽക്കാലം വിരാമം കുറിക്കുന്നു. സത്യത്തിൽ പണലാഭവും പ്രശസ്തിയും ലക്ഷ്യം വെച്ച് മാത്രമാണ് ഈ താത്ത കണ്ണനെ പ്രണയിക്കുന്നതും വരക്കുന്നതും.
ബാക്കിയുള്ള വാക്കുകളുടെ കസർത്തെല്ലാം വെറുതെയാണ്. ഇവർ ആങ്ങളെന്ന് പറഞ്ഞു കൊണ്ടു നടക്കുന്ന ഒരാളുണ്ട്. ഇവർ രണ്ടുപേരും ചേർന്നുള്ള ഒരു വീഡിയോയും ഞാൻ കണ്ടു. ആ വീഡിയോ കണ്ടാലറിയാം, ആങ്ങളയുടെ നാവിലെ തെറിപ്പാട്ട് കേട്ടാലറിയാം ആ ആങ്ങള പെങ്ങളെ ബന്ധം എത്രമാത്രം വലുതാണെന്ന്, എത്രമാത്രം ആഴത്തിലുള്ളതാണ്. എന്തായാലും അവരുടെ ചാനലിന്റെ റീച്ച് കൂട്ടാൻ അവരുടെ നാവിൻ തുമ്പിലൂടെ വരുന്ന സരസ്വതി വിളിയാട്ടം വ്യൂവേഴ്സിനെ ബോറടിപ്പിക്കാതിരിക്കട്ടെ എന്നേ പറയാനുള്ളൂ.